A teacher is a friend, philosopher, and guide who holds our hand, opens our mind, and touches our heart. The contribution of a teacher cannot be ignored at all. In many countries across the world, Teachers' Day is a special day where teachers of schools, colleges, and universities are honored specially. The date varies from country to country. The universally accepted World Teachers' Day is 5th October. In India, Teachers' Day is celebrated on 5th September, and this tradition started from 1962. Dr. Radhakrishnan was a philosopher, scholar, teacher, and politician, and his dedicated work towards education made his birthday an important day in the history of India. We remember the great work of this exemplary person on this day. After Dr. Radhakrishnan became the second president of India, some of his former students came to him and sought his permission to celebrate his birthday on September 5th. Dr. Radhakrishnan politely declined their request and suggested them that instead of celebrating his birthday, it would be his proud privilege if September 5th is observed as Teachers' Day in respect of all teachers. Since then, his birthday is being celebrated as Teachers' Day in India. Wish you all a happy Teachers' Day. श्री गुरुभ्यो नमः। श्री गुरुभ्यो नमः। श्री गुरुभ्यो नमः। अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्री गुरवे नमः। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्री गुरवे नमः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ അക്ഷരങ്ങളിൽ പിച്ച വെച്ച് നടത്തി അറിവിന്റെ ലോകങ്ങൾ തുറന്നു കൊടുക്കുന്ന കുച്ചപ്പേട്ട് കുടുംബത്തിലെ എല്ലാ അധ്യാപകർക്കും നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. ഒരു കുഞ്ഞിന്റെ ആദ്യ ഗുരു മാതാപിതാക്കൾ തന്നെയാണെങ്കിലും 2.5 വയസ്സ് മുതൽ നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടുന്ന പിഞ്ചോമനകളെ നീണ്ട 14 വർഷങ്ങൾ അവരെ വളർത്തിയെടുക്കുവാനും ഓരോ കുട്ടികളുടെയും നിലവാരം മനസ്സിലാക്കി വഴികാട്ടുവാനും കൈത്താങ്ങുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നിങ്ങൾ ഓരോരുത്തർക്കും സാധ്യമായത്
വളരെയധികം പ്രശംസനീയമാണ്. ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉച്ചപ്പേട് സ്കൂൾ തലയുയർത്തി നിൽക്കുന്നതിന്റെ പ്രധാന ഘടകം ഇവിടുത്തെ അധ്യാപകർ ആണെന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഓരോ അധ്യാപകരുടെയും മൂല്യം ഓരോ കുടുംബങ്ങളും തിരിച്ചറിയുന്ന സമയം കൂടെയാണ്. ഓരോ കുട്ടികളുടെയും ഹൃദയത്തിൽ അവരവരുടെ അധ്യാപകരുടെ വാക്കുകളും പ്രവൃത്തികളും പതിയുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നല്ല ഒരു അധ്യാപക ദിനം നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, ഇന്ന് സെപ്റ്റംബർ 5 ഭാരതം കണ്ട ഏറ്റവും മഹാനായ ഋഷിതുല്യനായ ഒരു അധ്യാപക ശ്രേഷ്ഠനെ നാം ഇന്ന് സ്മരിക്കുകയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് ആദ്യമേ തന്നെ നമിക്കട്ടെ. ഈ അധ്യാപക ദിനത്തിൽ എൻ്റെ അധ്യാപക സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്, അതിലുപരി സന്തോഷവുമുണ്ട്. ആദ്യമേ തന്നെ നിങ്ങളുടെ ഗണത്തിൽ പെടുത്തുവാൻ അല്ലെങ്കിൽ പെടാൻ ഈശ്വരൻ എനിക്ക് തന്ന ഈ മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ഈശ്വരന് നന്ദി കരയേറ്റുകയാണ്. ഒരു അധ്യാപകനായി ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ എൻ്റെ വിദ്യാഭ്യാസകാലം ആരംഭിച്ച വ്യക്തിയല്ല ഞാൻ. മറിച്ച് അധ്യാപകനാകരുത് എന്നുള്ള ആഗ്രഹത്തോടെ ജീവിതം ആരംഭിച്ചവനാണ്. എൻ്റെ ഇഷ്ടങ്ങൾ മറ്റൊന്നായിരുന്നുവെങ്കിലും ഈശ്വര നിശ്ചയം ഞാനൊരു അധ്യാപകൻ ആകണം എന്നുള്ളതായിരുന്നു. അത് നടക്കുകയും ചെയ്തു. അതെൻ്റെ ജീവിതത്തിലെ ഒരു മഹാ അനുഗ്രഹമായും പുണ്യമായും ഞാൻ കണക്കാക്കുന്നു. അധ്യാപകൻ ഒരു വ്യക്തി മാത്രമല്ല. അധ്യാപകൻ എന്താണ് എന്ന് പറയുവാൻ വളരെ പ്രയാസമാണ്. എന്തല്ല എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. അധ്യാപകൻ ഒരു വ്യക്തി മാത്രമല്ല എന്ന് ഞാൻ പറയുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വാധീനത്തിന് പരിമിതികളുണ്ട്. പക്ഷേ അധ്യാപകൻ എന്ന വ്യക്തിക്ക് യാതൊരു പരിമിതിയുമില്ല. ഒരു വ്യക്തിയുടെ ഓർമ്മകൾക്ക് അവസാനമുണ്ട്.
എന്നാൽ അധ്യാപകന്റെ ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ ഓർമ്മകൾക്ക് അവസാനമില്ല. ഒരു വ്യക്തിക്ക് മരണമുണ്ട്, പക്ഷേ അധ്യാപകന് മരണമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അധ്യാപകൻ ഒരു വ്യക്തി മാത്രമല്ല എന്ന്. തലമുറകളെ സ്വാധീനിക്കുവാൻ ഈ ലോകത്തിലേക്ക് ദൈവം കയ്യൊപ്പ് ചാർത്തി അയച്ചവരാണ് അധ്യാപകർ എന്നാണ് എൻ്റെ പക്ഷം. അവർ വെറുതെ ഈ ലോകത്തിലൂടെ കടന്നു പോകുന്നവരല്ല, മറിച്ച് അനേകരിൽ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ മുദ്ര പതിപ്പിക്കുന്നവരാണ്. ഒരു തലമുറ എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ആ തലമുറയെ വിദ്യ അഭ്യസിപ്പിച്ചവർ എങ്ങനെയുണ്ട് എന്ന് പരിശോധിച്ചാൽ മതിയാവും. എന്ന് പറഞ്ഞാൽ അധ്യാപകൻ നൽകാത്തതായി ഒരു തലമുറയിൽ, ഒരു വിദ്യാർത്ഥിയിൽ ഒന്നും തന്നെ കാണുമോ എന്നെനിക്ക് സംശയമാണ്. ഒരു വിദ്യാർത്ഥിക്ക് ജീവിക്കാൻ ആവശ്യമുള്ള വഴി മാത്രമല്ല അധ്യാപകൻ പഠിപ്പിക്കുന്നത്, പിന്നെ അവന്റെ ജീവിതത്തെ ഫലഭൂയിഷ്ഠമാക്കുവാൻ, അതതിൻ്റെ വർണ്ണരാജിയിൽ വിജയിക്കുവാനുള്ള എല്ലാ പരിശീലനവും അധ്യാപകനാണ് നൽകുന്നത്. അധ്യാപകൻ അറിവ് പകരുന്നവർ മാത്രമായിരുന്നു എങ്കിൽ അധ്യാപകന്റെ സ്മരണ എല്ലാ കാലവും നിലനിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അറിവിനുപരിയായി അധ്യാപകൻ തന്റെ ജീവിതം തന്നെ വിദ്യാർത്ഥികൾക്ക് പകർത്തി നൽകുകയാണ്, പകുത്ത് നൽകുകയാണ്. അതുകൊണ്ടാണ് അവന്റെ സ്വീകാര്യതയും വർദ്ധിക്കുന്നത്. ടെക്നോളജി ഏറെ വികസിതമായ ഒരു കാലത്താണ് ഞാനും നിങ്ങളും ഇന്ന് വിദ്യാദാനം നടത്തുന്നത്. ഇതിനോടകം നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്, ടെക്നോളജി എത്രമാത്രം മുൻപോട്ട് വന്നാലും ശരി, എത്രമാത്രം പുരോഗതി പ്രാപിച്ചാലും ശരി, അധ്യാപകന് പകരം നിൽക്കുവാൻ അധ്യാപകനല്ലാതെ മറ്റാരുമില്ല എന്നത് ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കിയെടുത്ത വലിയ ഒരു സത്യമാണ്. അനേകം വിദ്യാർത്ഥികളുടെ ജീവിതത്തിലേക്ക് സന്ദേശങ്ങളുമായി കടന്നു ചെല്ലുവാൻ എല്ലാ അധ്യാപകർക്കും സാധിക്കട്ടെ. അനേകം വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ വെളിച്ചം പരത്തുവാൻ നമ്മളുടെ അധ്യാപകർക്ക് സാധിക്കട്ടെ. അനേകം വിദ്യാർത്ഥികളെ കൈപിടിച്ച് ഉയർത്തുവാനും കൈ കൊടുത്ത് താങ്ങി നിർത്തുവാനും അധ്യാപകർക്ക് സാധിക്കട്ടെ. അധ്യാപക ദിനത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ആത്മാർത്ഥമായി സ്നേഹപൂർവ്വം എൻ്റെ എല്ലാ സഹ അധ്യാപകർക്കും നേരുകയാണ്. ഒപ്പം തന്നെ എന്നെ ഇന്നേ വരെ പഠിപ്പിച്ച, നമ്മെ ഓരോരുത്തരെയും ഇന്നേ വരെ പഠിപ്പിച്ച എല്ലാ മഹാന്മാരായ അധ്യാപകരുടെ മുൻപിലും നമുക്ക് നമ്മളുടെ ശിരസ് നമിക്കാം. നമസ്കാരം. ജയ് ഹിന്ദ്. Respected members of the management, members of the academic council, and all dear teachers, I wish you a very happy Teachers' Day. Every year, September 5th is celebrated as Teachers' Day. This day is specially dedicated for our teachers. Nation pays tribute to our teachers. When Dr. Sarvepalli Radhakrishnan became the President of India, some of his former students wanted to celebrate his birthday on 5th September. But he suggested that instead of celebrating 5th September as his birthday, it would be a proud privilege if this day is celebrated as Teachers' Day. Since then, 5th September is celebrated as Teachers' Day every year. Teachers play a vital role in building the character of students. They not only impart knowledge
but they try to fulfill the dreams of their students. By building the future of their students, they build the nation. In fact, teachers are the backbone of the society. On this day, teachers all over the country are honored for their valuable services in the field of education. I take this opportunity to wish all dear teachers the joy and the happiness of an amazing Teachers' Day. Thank you. Jai Hind. നമസ്തേ. അധ്യാപക ദിനം ആയി കൊണ്ടാടുന്ന ഇന്ന് ചങ്ങനാശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലെ മുഴുവൻ അധ്യാപകർക്കും PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പേരിൽ ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാതാപിതാക്കൾ കഴിഞ്ഞ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആളുകളാണ്. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ചുരുക്കം ചില വ്യക്തികളിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും അവൻ്റെ കുട്ടിക്കാലത്തെ ഏതെങ്കിലും ഒരു അധ്യാപകനെങ്കിലും ഉണ്ടാകും. ഒരു അധ്യാപകൻ്റെ ഒരു നോട്ടം, ഒരു സ്പർശം, അവനോടുള്ള ഒരു കരുതൽ, ഇതിലൂടെയൊക്കെ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതങ്ങളിൽ മാറ്റം വരുത്തുവാനും ശ്രദ്ധേയമായ രീതിയിൽ അവൻ്റെ ജീവിതത്തെ തന്നെ, അവൻ്റെ കാഴ്ചപ്പാടുകളെ പോലും മാറ്റിമറിക്കുവാൻ അധ്യാപകർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കുട്ടിയിലുള്ള നൈസർഗികമായ കഴിവുകൾ എന്താണെന്നുള്ളത് മാതാപിതാക്കൾക്ക് ശേഷം മനസ്സിലാക്കാൻ പറ്റുന്നത് അധ്യാപകർക്ക് മാത്രമാണ്. ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യത്യസ്തമായ കഴിവുകളിലായിരിക്കും. അപ്പോൾ ആ കഴിവുകളിൽ എന്താണ് ഇവനിൽ ഒളിഞ്ഞു കിടക്കുന്നത്, അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിടുവാൻ, അവനെ ഒന്ന് തൊട്ടുവിടുവാനൊക്കെ അധ്യാപകർക്ക് സാധിക്കുമ്പോൾ അവൻ ആ തലത്തിലേക്കൊക്കെ മാറിപ്പോകാറുണ്ട്. അപ്പോൾ ആ തരത്തിലെല്ലാം നോക്കുമ്പോൾ അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ്. ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ കൂടെ ഞാൻ പറയാം.
ഇത്രയധികം അനുഭവ സമ്പത്തും ഒക്കെയുള്ള അധ്യാപകരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. 10-20 വർഷത്തെ അനുഭവ സമ്പത്തുള്ള അധ്യാപകരാണ്. 1000 നന്ദി ചങ്ങനാശ്ശേരി കുരിശപ്പേടിലെ മുഴുവൻ മാതാപിതാക്കളുടെ പേരിലും ഈ അധ്യാപക ദിനത്തിൽ എല്ലാവരെയും ഗുരുവന്ദനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै ശ്രീഗുരവേ നമഃ. അജ്ഞാനമാകുന്ന അന്ധകാരം വഴി അന്ധയായി തീർന്ന എനിക്ക് അറിവാകുന്ന ഔഷധം നൽകി കാഴ്ച വീണ്ടെടുത്ത എല്ലാ അധ്യാപകർക്കും നമസ്കാരം. അക്ഷര ലോകത്തേക്ക് നമ്മെ കൈപിടിച്ചുയർത്തിയ അധ്യാപകർക്കായി ഒരു ദിനം. അതെ, ഇന്ന് അധ്യാപക ദിനം. ജീവിതയാത്രയിൽ അറിവാകുന്ന വെളിച്ചം വീശിയ എല്ലാ അധ്യാപകരെയും നമുക്ക് ഇന്നേ ദിവസം ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യും. ഇന്ത്യയുടെ രാഷ്ട്രപതിയും ചിന്തകനുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിന സ്മരണയിലാണ് നാം സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അധ്യാപകരെ ആദരിക്കാനും ബഹുമാനിക്കാനും പ്രത്യേകമായൊരു ദിവസം മാറ്റിവെക്കേണ്ട ആവശ്യകതയില്ല. എങ്കിലും ഇന്നേ ദിവസം അകലെയാണെങ്കിലും ഓർക്കുന്നുവെന്ന് വിളിച്ചു പറയുവാനും അടുത്തുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകൾ കൈമാറുവാനും നമ്മുടെ പ്രിയ അധ്യാപകർക്ക് നന്ദി അറിയിക്കാനും നമുക്ക് ഈ ദിവസം വിനിയോഗിക്കാം. മാതാ പിതാ ഗുരു ദൈവം. ഗുരുക്കന്മാരെ മാതാവിനും പിതാവിനുമൊപ്പം ആദരവോടെ കാണുന്ന സംസ്കാരമാണ് നമ്മുടേത്. നാം എത്രത്തോളം ഉയരങ്ങൾ കൈവരിക്കുന്നുവോ അത്രത്തോളമാണ് നമ്മുടെ അധ്യാപകന്റെ പരിശ്രമം. പ്രത്യേകമായി ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ അധ്യാപകർ നമുക്കായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. വിദ്യ പകർന്നു തരുന്നവൻ ആരായിരുന്നാലും അവൻ അധ്യാപകനാണ്. ജീവിതത്തിൽ ഉടനീളം അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ് വിദ്യാർത്ഥികളായ നമ്മുടെ കടമ. അതാണ് അവർക്ക് ലഭിക്കാവുന്ന
ഏറ്റവും ശ്രേഷ്ഠമായ ഗുരുദക്ഷിണ. പള്ളിക്കുടങ്ങളെക്കാൾ മനോഹരമായ പൂവാടികൾ ലോകത്തില്ല. ആ പൂവാടികളെ കരുതലോടെ കാത്തു പരിപാലിക്കുന്ന ഗുരുഭൂതർക്ക് എന്റെയും എല്ലാ വിദ്യാർത്ഥികളുടെയും പേരിൽ ആശംസകൾ. നന്ദി, നമസ്കാരം. I love my teacher. La 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 la. I love my teacher. Teaching is a very noble profession that shapes the character, caliber, and future of an individual. Today, we have come together for the virtual meeting to celebrate Teachers' Day. Good Shepherd is unique in celebrations and surprises. Let me come to the duty assigned to me. First of all, I would like to propose hearty vote of thanks to our chairman, Mr. Varki Abraham sir, for gracing today's celebration and delivering a thought-provoking message. On behalf of Good Shepherd Fraternity, I extend my sincere gratitude to you, sir. I would like to thank our manager, Dr. Rubal Raj sir, for honoring the teachers with inspiring words in this auspicious day. On behalf of all the teachers, I extend my sincere gratitude to you, sir, for conducting such a unique celebration virtually. A big thank you to our PTA President, Mr. Sebin John, who is a part and parcel of Good Shepherd Fraternity. Thank you, sir. I thank our principal, Mr. Jacob Matthews sir, for his valuable words. I thank our management for all the support they have rendered upon us. I also thank Mrs. Tessie James for giving the introduction, and I thank my very beloved Neha and Rajiv for her sweet words. Thank you, Tessie, and thank you, Neha. I would like to take this opportunity to place on record our hearty thanks to Mr. Sijo Francis, PRO, for the perfect logistic support and guidance he has extended to all of us at this occasion. The best and most beautiful things in the world cannot be seen or even touched. They must be felt with the heart. Yes, my dear colleagues, I request you all to feel the young ones who come before you with your hearts. Thank you, Jai.